ഈ വാട്ടർ ടാങ്ക് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ, ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഓസ് എന്നൊക്കെ പറഞ്ഞത് കണ്ടോ, ഈ ഓസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം പ്രത്യേകം ചെയ്തെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു കാരണവശാലും ഇത് പൊട്ടിപ്പോവോ, ഇപ്പൊ തന്നെ ഇത് മേടിച്ചിട്ട് തന്നെ 2-3 മാസങ്ങളിലായില്ലേ, ഇതാണ് ഒരു പ്രശ്നങ്ങളും ഇല്ല, ഇത് പോകത്തില്ല. നമ്മൾ 2 വർഷത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടിയും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ ഇത് അങ്ങനെയല്ല. ഇതുണ്ടോ ഈ ഓസ് എന്നൊക്കെ പറഞ്ഞത്, ഇതുണ്ടോ ഞെക്കി ചെയ്തുണ്ടോ പൊട്ടിപ്പോവും. അവരന്നേരം കാശ് മേടിച്ചുകൊണ്ട് പോകാന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഇതുകൊണ്ട് ഒരു ഉപയോഗം. ഇതൊരു എക്സിബിഷനിൽ കണ്ട് ഓർഡർ ചെയ്ത് ഇവിടെ തന്നതാണ്. ഇപ്പൊ ഈ ടാങ്കിനകത്ത് ഇപ്പൊ ഇത് പകുതിയോളം കുഴിച്ചിട്ടിരിക്കുന്ന ടാങ്കാണ്, എങ്കിലും ഇതിനകത്ത് ഇത്ര അഴുക്കുണ്ട്. ഇത് നമുക്ക് ക്ലീൻ, ഈ വെള്ളം വേസ്റ്റ് ആകാതെ ഈ അഴുക്ക് കളയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഉപകരണം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നേരെ പതുക്കെ ടാങ്കിനകത്തോട്ട് ഇറക്കിക്കും. നേരെ ടാങ്കിനകത്തോട്ട് ഇറക്കുക. ഇത് ലാസ്റ്റ് ഓസിന്റെ അറ്റം ഇതുണ്ട്, ഈ വാട്ടർ ലെവൽ ഉണ്ടല്ലോ കൂടെ വെള്ളം തുളുമ്പി വരും കേട്ടോ. അങ്ങനെ വരുമ്പോൾ നേരെ പൊക്കിയെടുത്ത് വെളിയിലോട്ട് ഇടണം, വെള്ളം ഇങ്ങനെ ഒഴിയാനായിട്ട്. അപ്പൊ നമ്മൾ ആ ചെളി എവിടെയാണ് നടക്കുന്നത്, ആ ചെളിയോടൊന്ന് താഴോട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചോട്ട് ആ ചെളിയുടെ വെളിയിൽ കൂടെ ഒന്ന് മൂവ് ചെയ്യിപ്പിച്ചാൽ മാത്രം മതി. ഇത് ഈ സൈഡിലോട്ടൊന്ന് മാറ്റിക്കേ, പതുക്കെ വെക്കണം, അല്ല വെള്ളം കലങ്ങുവേ. നമുക്ക് ആ വെള്ളം ചെളി പോകാനുള്ളൊരു ടൈമിങ് കൊടുക്കണം, പതുക്കെ പതുക്കെ പതുക്കെ. ഇപ്പൊ നമ്മൾ എത്ര സമയം എടുത്തു കാണും, ഒരു 5 മിനിറ്റ് എടുത്തു കാണും. അത്ര സമയം കൊണ്ട് വൃത്തിയായില്ലേ? ഓക്കെ. ഇനിയിപ്പോ ചുമ്മാ നേരെ അത് മേലോട്ടങ്ങ് ബുക്ക് ചെയ്യാൻ എടുത്താൽ മതി, വളരെ ക്ലീനായി. എങ്ങനെയുണ്ട് ഉപകരണം, എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അപ്പൊ അത് അമ്മേനിക്കറിയായിരുന്നു എന്റെ ഫിറ്റിങ്ങിന്റെ കുഴപ്പമാണ്. കാരണം കുറച്ച് ശരിയായി, ഇത് കുറെ തവണ വിട്ടുപോയി, എന്നാലും അവസാനം കുറച്ചൊക്കെ ശരിയാക്കി. ശരിക്കും നമുക്ക് ഉപയോഗമുള്ള പുറത്ത് തന്നെയല്ലേ മേടിച്ചത്, നഷ്ടമാണെന്നില്ല ഒരിക്കലും തോന്നില്ലല്ലോ. ഇല്ല, ഒരു ഗ്യാരണ്ടി തോന്നിയതുകൊണ്ടാണ് ഞാൻ യൂട്യൂബില് കണ്ടിട്ടുണ്ട്. നമ്മൾ 2 വർഷത്തെ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി തന്നെ അതാ കൊടുക്കുന്നത്, ഞങ്ങൾക്ക് അത്ര ഉറപ്പുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ റീപ്ലേസ്മെന്റ് കൊടുക്കാൻ പറ്റില്ലല്ലോ.